അപ്പൊ ഞാൻ മനസ്സിൽ തന്നെ ചിന്തിച്ചു, മരുന്ന് കഴിച്ചിട്ട് വരുന്ന മാറ്റത്തെക്കാൾ ഉപരി മരുന്നില്ലാതെ മാറ്റം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ ഇവിടെ വന്നു കുറേ ദിവസങ്ങൾ ഇവിടെ ചെലവഴിച്ചു. താങ്കൾക്ക് എന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ മാറ്റം തന്നെയാണ് എനിക്ക് ഉണ്ടായത്. ഈ ഇന്നലെ ചെക്ക് ചെയ്തപ്പോഴും ഇന്ന് ചെക്ക് ചെയ്തപ്പോഴും ഒക്കെ നമ്മുടെ അവസ്ഥ ഒരു നോർമൽ ലെവലിലേക്ക് വന്നു. അത് മരുന്നില്ലാതെ ഈ വ്യായാമത്തിലൂടെയും ഭക്ഷണ രീതികളിലൂടെയും. കാരണം ഇതൊരു പുതിയ ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ സാധിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചികിത്സ കിട്ടിയോ? ചികിത്സയില്ല, ജീവിത രീതി മാറ്റണം എന്ന് മനസ്സിലായി. നമസ്കാരം. ഇന്ന് വെള്ളൂർ നവജീവനത്തിൽ എൻ്റെ ഒപ്പം ഉള്ളത് നോർത്ത് ഈസ്റ്റിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാദർ സിബി മാത്യു അവർകളാണ്. അദ്ദേഹം കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വെള്ളൂർ നവജീവനത്തിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ കാലങ്ങളായി അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗാവസ്ഥകൾ പരിഹരിക്കേണ്ടത് പ്രകൃതിയുടെ മാർഗത്തിലാണെന്ന് മനസ്സിലാക്കി ഇവിടെ എത്തിയതാണ്. അദ്ദേഹത്തിന് നമ്മളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ, എന്താണ് ഇവിടെ വന്നിട്ട് ഈ വെള്ളൂർ നവജീവന കേന്ദ്രത്തിൽ എത്തിയിട്ട് താങ്കൾക്കുണ്ടായ മാറ്റങ്ങളും അനുഭവങ്ങളും? ഒരു 3-4 വർഷം മുമ്പ് ഞാൻ ഒരിക്കൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറിൻ്റെ ഒരു പ്രസൻസ് കാണും, അത് കൂടുതലാണെന്ന് പറയുകയും ഡോക്ടർ എന്നോട് നിർബന്ധമായിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറയുകയും, പക്ഷെ എൻ്റെ മനസ്സിൽ മരുന്ന് വേണ്ട എന്നൊരു ചിന്തയിൽ ഞാൻ മരുന്ന് കഴിക്കാതിരിക്കുകയും, അപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഷുഗറിൻ്റെ ഇത് കൂടുകയും എൻ്റെ ബോഡി മെലിയാൻ തുടങ്ങുകയും അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ എന്നിൽ കാണുകയും ചെയ്തപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഇതിനെന്ത് പരിഹാരമുണ്ട്, മരുന്നില്ലാതെ എന്ത് പരിഹാരമുണ്ട്. അപ്പോൾ അവിചാരിതമായിട്ട് ഞാൻ ഈ നവജീവനത്തിൻ്റെ പേര് കാണുകയും ആ പേര് കണ്ടിട്ട് ഞാൻ പിന്നെ ഉള്ള യൂട്യൂബുകൾ കാണുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയൊരു മാർഗമാണെന്നും ആ മാർഗം സ്വീകരിക്കാൻ വേണ്ടി ചെയ്താൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നല്ല തിരക്കുള്ള സമയമായിട്ടും ഒരവധി എടുത്ത് ഇവിടെ വരാൻ എൻ്റെ സുപ്പീരിയേഴ്സിനോട് പറയുകയും അവരെനിക്ക് അനുവാദം തരികയും അങ്ങനെ ഞാനിവിടെ എത്തിപ്പെട്ടു. അപ്പോൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ എത്തിയ ആളാണ് ഇദ്ദേഹം. ഈ മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞല്ലോ, താങ്കൾ സ്വയം തീരുമാനിച്ചു. അതിൻ്റെ കാരണം എന്തായിരുന്നു? മരുന്ന് എന്തുകൊണ്ടാണ് കഴിക്കണ്ട എന്ന് പറയുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള എൻ്റെ കൂട്ടത്തിലുള്ള കമ്പാനിയൻസും പിന്നെ അച്ഛന്മാരും, അവർക്കെല്ലാം ഇങ്ങനെ ഈ പലവിധ രോഗങ്ങളുണ്ട്. ആ രോഗാവസ്ഥയിൽ അവർ മരുന്ന് കഴിക്കുന്നുണ്ട്, റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തുന്നുണ്ട്, ആശുപത്രികളിൽ പോകുന്നുണ്ട്. പക്ഷേ ആശുപത്രികൾ സ്വന്തമായിട്ടുണ്ട്, ആശുപത്രികൾ സഭയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. എങ്കിലും അവരിലൊന്നും ഒരു കാര്യമായ മാറ്റം, മരുന്ന് കഴിക്കുമ്പോൾ ഒരു മാറ്റം, അത് കഴിഞ്ഞ് പിന്നെയും ആ മരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ഒരു മാറ്റം ഞാൻ കാണുന്നില്ല. പിന്നെ രണ്ടാമത് കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പം ഞാൻ മനസ്സിൽ തന്നെ ചിന്തിച്ചു, മരുന്ന് കഴിച്ചിട്ട് വരുന്ന മാറ്റത്തെക്കാൾ ഉപരി മരുന്നില്ലാതെ മാറ്റം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് മരുന്ന് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ കൂടെ ചെക്കപ്പിന് പോകുന്ന 3-4 അച്ഛന്മാരുണ്ടായിരുന്നു. 4 അച്ഛന്മാർ ചെക്കപ്പ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് മനസ്സിലായി. അവർ 3 പേര് മരുന്ന് മേടിച്ചു, ഞാൻ മേടിച്ചില്ല. അപ്പം മരുന്നില്ലാതെ വരുമ്പോൾ എന്തവസ്ഥ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, കുറേയൊക്കെ ഡയറ്റ് നോക്കി, എന്നാലും അങ്ങോട്ട് മാറുന്നില്ല എന്ന് മനസ്സിലായപ്പം ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ വന്നു കുറെ ദിവസങ്ങൾ ഇവിടെ ചെലവഴിച്ചു. താങ്കൾക്ക് എന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ മാറ്റം തന്നെയാണ് എനിക്ക് ഉണ്ടായത്. ആദ്യമായിട്ട് തന്നെ വന്നപ്പോൾ വയറിന്റെ മെഷർമെന്റ് എടുത്തു, അത് വളരെ കൂടുതലാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ 200-250 മുകളിലുണ്ടായിരുന്നു. പ്രഷർ വളരെ ഹൈ ആയിരുന്നു. അതെല്ലാം ചെക്ക് ചെയ്ത് ഇവിടുത്തെ രീതികളും ഭക്ഷണ രീതികളും നമ്മൾ സ്വീകരിച്ച്
കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മാറ്റം കണ്ടു തുടങ്ങി. എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങി, വയറിന്റെ വലിപ്പം കുറയാൻ തുടങ്ങി, ശരീരത്തിലുണ്ടായിരുന്ന ഈ സ്റ്റിഫ്നെസ് മാറാൻ തുടങ്ങി. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആയാസം ഒട്ടുമില്ലായിരുന്നു. അതൊക്കെ മാറി. ഇപ്പം ഇന്നലെ ചെക്ക് ചെയ്തപ്പോഴും ഇന്ന് ചെക്ക് ചെയ്തപ്പോഴും ഒക്കെ നമ്മുടെ അവസ്ഥ ഒരു നോർമൽ ലെവലിലേക്ക് വന്നു. അത് മരുന്നില്ലാതെ ഈ വ്യായാമത്തിലൂടെയും ഭക്ഷണ രീതികളിലൂടെയും പിന്നെ നമ്മൾ ഇവിടെ മെഡിറ്റേഷനിലൂടെയും യോഗയിലൂടെയും ഒക്കെ മാറി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പം നല്ലൊരു മാറ്റം എന്നിലുണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ ഈ നവജീവനത്തോടും നമ്മളെ ഗൈഡ് ചെയ്ത ഡോക്ടറിനോടും ഇവിടെയുള്ള എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതൊരു പുതിയ ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ സാധിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇവിടെ വന്ന പിന്നെ. സാധാരണ ഇവിടെ ഈ വെള്ളൂർ നവജീവനത്തിൽ എത്തിച്ചേരുന്നവർ, ഇത്തരം രോഗാവസ്ഥകളുമായി വരുന്നവര് ധാരാളം മരുന്നുകൾ ഉപയോഗിച്ച് അവശമായ അവസ്ഥയിൽ, വളരെ അപകടകരമായ അവസ്ഥയിലാണ് എത്തുക. ഇദ്ദേഹത്തിന് എന്തോ ഉൾക്കാഴ്ച എന്ന വണ്ണം അദ്ദേഹം മരുന്ന് ഉപയോഗിക്കാതെ തന്നെ കുറെ വർഷങ്ങൾ അദ്ദേഹത്തിന്റെ പ്രമേഹത്തെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കാതെ കടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇപ്പോ അത് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം പല അന്വേഷണങ്ങളും നടത്തി ഇവിടെ എത്തിയത്. എന്തായാലും അദ്ദേഹം ഒരു അഭിനന്ദനം അർഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും കൂടുതൽ ഊർജം ഇതുവഴി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ, അദ്ദേഹത്തെ അറിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ടാവും. അവർക്ക് ഇത്തരം കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ തീർച്ചയായും ഇദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും. എന്തായാലും ഈ മരുന്നില്ലാതെ രോഗാവസ്ഥകൾ മാറ്റാം എന്ന് മനസ്സിലാക്കി ഇവിടെ വന്നു. ചികിത്സ തേടിയാണ് വന്നത്, അല്ലേ? അതെ. അപ്പൊ ഇവിടെ വന്നപ്പോ ചികിത്സ കിട്ടിയോ? ചികിത്സയില്ല, ജീവിത രീതി മാറ്റണം എന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ ശരീരം നമ്മളെ ഹീൽ ചെയ്യും, അല്ലെ സുഖപ്പെടുത്തും എന്നുള്ള ഒരു ബോധ്യവും കൂടെ നമുക്ക് കിട്ടി ഇവിടെ വന്ന പിന്നെ. ആ ഒരു ബോധ്യം നമുക്ക് വേറെ പുറത്തുനിന്ന് ഒരു അറിവായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ ശരീരമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, സുഖപ്പെടുത്തുന്നത് എന്നുള്ളൊരു ബോധ്യം ഇവിടെ വന്ന പിന്നെ നമുക്ക് കിട്ടി. അതൊരു വലിയൊരു അറിവാണ്. അതായത് മരുന്ന് കഴിക്കുമ്പോൾ രോഗാവസ്ഥകൾ മാറുന്നില്ല. അതായത് പ്രമേഹം, പ്രഷർ, അതുപോലുള്ള ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ മാറിത്തീരുന്നില്ല, മറിച്ച് സങ്കീർണമാവുകയാണ് എന്ന് താങ്കൾക്ക് നേരത്തെ തന്നെ മനസ്സിലായി. ഈ മരുന്നുകളും ചികിത്സയും അതുപോലെ ഡോക്ടറും ആശുപത്രിയുമല്ല ഹീലിംഗ് പവറുള്ള സംവിധാനം. അത് നമ്മുടെ ശരീരം തന്നെയാണ് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഈ ശരീരത്തെ സംരക്ഷിക്കുക, പ്രകൃതി നമുക്ക് നൽകിയ ശരിയായ ശാരീരിക അവസ്ഥയെ നിലനിർത്തുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് താങ്കൾ ഇവിടെ നിന്ന് പഠിച്ചത്. അതെ. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, അത് തന്നെയാണ് എൻ്റെ പാഠവും ഇവിടെ. അപ്പോൾ ഏതായാലും ഇത്തരം അവസ്ഥകൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം കാണുന്നുണ്ട്. താങ്കളുടെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി മനുഷ്യർക്ക് പകർന്നു കൊടുക്കാൻ, എന്തായാലും യേശുക്രിസ്തുവിന്റെ പാതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. യേശു മരുന്നെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചതായിട്ട് നമുക്കറിയില്ല. നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും, നല്ല മാനസികാവസ്ഥ ഉണ്ടാവും, അല്ലേ? ഇവിടെ വന്നിട്ട് നമുക്ക് മാനസികമായും കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും. നല്ലൊരു ഏതായാലും രോഗം മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നല്ല അവസ്ഥയുണ്ട്, മാനസികാവസ്ഥയുണ്ട്. നമ്മൾ ഏതൊരു ചികിത്സയ്ക്ക് പോയാലും രോഗം മാറിക്കഴിയുമ്പോൾ മാനസിക നിലയ്ക്ക് സന്തോഷം കിട്ടി വൈകാതെ തന്നെ വീണ്ടും രോഗം സങ്കീർണമാകുമ്പോൾ കൂടുതൽ നിരാശയിലേക്കും കൂടുതൽ രോഗാവസ്ഥയിലേക്കുമാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വിരുദ്ധമായി
ഒരു ഹീലിംഗ് പവർ നമ്മുടെ ശരീരത്തിന് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ നിലനിർത്തുക, ശരീരത്തിൻ്റെ ജീവശക്തിയെ ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തുക. അനാവശ്യമായി ജീവശക്തിയെ ഉപയോഗിച്ചത് പാഴാക്കി ആയുസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രോഗമരണത്തെ അഭിമുഖീകരിക്കുന്ന ദുരവസ്ഥ ഇന്ന് ലോകത്തിനുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവം താങ്കൾക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണ പലരും ഇവിടെ വന്ന് എല്ലാം മനസ്സിലാക്കി രോഗാവസ്ഥകളൊക്കെ മാറ്റിയിട്ട് പിന്നെയും പഴയപടി തോന്നിയവാസം ജീവിച്ച് സങ്കീർണമാക്കി അവസാനം ആശുപത്രികളിലൊക്കെ പോയി കിടന്ന് നരകിച്ച് മരിക്കുന്ന അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എന്തായാലും താങ്കൾക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ആയിട്ടാണ് താങ്കളെ ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. ആ സന്ദേശം താങ്കൾ പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലൊരു ശക്തി ഉണ്ടാവും. അതെ, കാരണം ആചരിക്കുന്നവൻ പറയുമ്പോഴാണ് ആ പറയുന്നതിന് ശക്തി കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുക. അത്തരം കഴിവുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ താങ്കൾ ഇവിടെ എത്തിച്ചേർന്നതും താങ്കൾക്ക് ഇത്തരം അനുഭവങ്ങളെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതും ഈ നവജീവനത്തിൻ്റെ തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. ഇവിടെ വന്നപ്പോൾ ഡോക്ടറുണ്ട്, ഡോക്ടർ രമേശൻ. അദ്ദേഹം എല്ലാ ദിവസവും പല സമയങ്ങളിലായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതല്ലാതെ താങ്കളെ ചികിത്സിച്ച് രോഗം ഭേദമാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ആരാണ് രോഗിയെ പരിശീലിപ്പിക്കുക? അത് നമ്മൾ തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമ്മളെ കൊണ്ട് തന്നെ അതിന് പ്രാപ്തമാക്കുകയാണ് ഡോക്ടർ രമേശനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ബിന്ദു കൂടി ചേർന്നിട്ട്, അദ്ദേഹത്തിന്റെ പുത്രൻ രാഹുൽ, ഇവരെല്ലാവരും ഇവിടെ ഇതിൽ സജീവമായി ഇത്തരം കാര്യങ്ങളിൽ വരുന്നവർക്ക് ഫലമുണ്ടാക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാനും കഴിയുന്നു. പക്ഷെ അവരാരും നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി ഒന്നും ചെയ്യുന്നില്ല. ഉണ്ടോ? ഇല്ല. നമ്മുടെ നാഡീ ഞരമ്പുകൾക്കുണ്ടായിരിക്കുന്ന സ്റ്റിഫ്നെസ്സിനെ പരിഹരിക്കാൻ ചില മസാജുകളൊക്കെ ചെയ്യാറുണ്ട്. ആ മസാജുകളിലാണെങ്കിൽ തന്നെ യാതൊരുവിധ മരുന്നുകളും ഉപയോഗിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല, ഒരുവിധ മരുന്നുകളും ഇല്ല. മസാജ് ചെയ്യുമ്പോൾ കൈക്ക് ഓട്ടം കിട്ടാൻ ശുദ്ധമായ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലേ? അതും വളരെ ചെറിയ തോതിൽ, അല്ലാതെ എണ്ണയിൽ കുളിപ്പിച്ച് ആ ഒരാളുടെ മാലിന്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന എണ്ണയെ തോണിയിൽ നിന്ന് ശേഖരിച്ച് അടുത്ത ആൾക്ക് ഇട്ട് തിരുമുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. ആ എണ്ണ ഉപയോഗിച്ച എണ്ണ അവരവര് കഴുകിക്കളയാണ്. അത്രയും കുറച്ച് എണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഇതെല്ലാം താങ്കൾക്ക് അനുഭവപ്പെട്ട ഒരു ആളാണ് എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ആധികാരികമായി തന്നെ ഇതിന്റെ തുടർ പഠനങ്ങൾ നടത്താനും താങ്കൾക്ക് കഴിയും. ഡോക്ടർ രമേശനെ പോലെ അല്ലെങ്കിൽ മറ്റു പല ഈ പ്രകൃതി ജീവന പരിശീലകരെ പോലെ ചില പ്രകൃതി ചികിത്സകരൊക്കെ ഉണ്ട്, ഞാനാണ് ചികിത്സിക്കുന്നതെന്ന് അവകാശപ്പെടുന്നവർ. അത്തരം അവസ്ഥയിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ശരിയായ പ്രകൃതി ജീവന കലയെ താങ്കൾ കൂടുതൽ പഠനവിധേയമാക്കുകയും പരിശീലിക്കുകയും ചെയ്ത് ഈ നാടിന് ഒരു ഗുണമുണ്ടാവട്ടെ. ഈ നാട്ടിലെ രോഗാവസ്ഥകളാൽ ദുരിതമനുഭവിക്കുന്ന, അതായത് ലോകമെന്ന് അനുഭവിക്കുന്നത് ആരോഗ്യ പ്രതിസന്ധിയാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. കർഷകന്റെ പ്രതിസന്ധി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കച്ചവടക്കാരന്റെ പ്രതിസന്ധി കിടക്കുന്നുണ്ട്, ജോലിക്കാരുടെ പ്രതിസന്ധി കിടക്കുന്നുണ്ട്. ഇതൊക്കെ കിടക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ആരോഗ്യ പ്രതിസന്ധി എന്ന പ്രതിഭാസം. ഈ ആരോഗ്യ പ്രതിസന്ധിയെ പരിഹരിക്കാൻ അവരവർക്ക് മാത്രമേ കഴിയൂ, അല്ലേ? ആരോഗ്യ പ്രതിസന്ധിയെ മറികടന്നവരാണ് നമ്മൾ എല്ലാവരും. നമ്മൾക്കൊന്നും ആരോഗ്യ പ്രതിസന്ധി ഇല്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു.
അത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇത് 18ാമത്തെ ദിവസമാണ്. വെറും 18 ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥകൾ വളരെ മാറ്റം. വലിയ പരിശോധനകൾക്കും ടെസ്റ്റുകൾക്കും ലാബ് ടെസ്റ്റുകൾക്കും അല്ലെങ്കിൽ മറ്റ് സാങ്കേതികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വലിയ പരിശോധനകൾക്ക് താങ്കൾ പോയിട്ടില്ല. പോയിരുന്നെങ്കിൽ പ്രമേഹം മാത്രമായിട്ടായിരിക്കില്ല ഇവിടെ എത്തുക, അല്ലേ? കാരണം പല രോഗങ്ങളും നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് പിന്നെ ചികിത്സകൾ തേടുക. ഇപ്പൊ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണവും ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഡാമേജുകളുടെ റിപ്പയറിങ്ങും ആണെന്ന് ഇവിടുന്ന് പഠിച്ചില്ലേ? ബോധ്യപ്പെട്ടു. അപ്പൊ അതിനെ നമ്മൾ തടയാറുണ്ടോ? എന്തെങ്കിലും ഇവിടെ വന്നപ്പോ നമുക്ക് ചെറിയ ചെറിയ രോഗാവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്, അല്ലേ? നമുക്ക് ചെറിയ വിഷമതകളൊക്കെ വരും, തുടക്കത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിനെ നമ്മൾ തടയാൻ ശ്രമിച്ചോ? ഇല്ല. അത് നമുക്കൊന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് വന്നുകൊള്ളട്ടെ, അതിൽ നിന്ന് ശരീരം തന്നെ തരണം ചെയ്ത് നമ്മളെ പുതിയൊരു അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ള ഗൈഡൻസ് നമുക്ക് ഇവിടെ കിട്ടിയത് കൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. മറിച്ച് നമുക്കൊരു നല്ല അവസ്ഥ വരുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം ഇവിടെ നിന്ന് കിട്ടി. ഈ രോഗാവസ്ഥ നമുക്ക് നല്ലതാണ് എന്ന് ബോധ്യം തന്നു. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നല്ലൊരവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു. താങ്കൾക്ക് ഇവിടെ ഒരാളുടെ കൈകടത്തൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മസാജ് മാത്രമാണ്, അല്ലേ? അതല്ലാതെ ഇവിടെ താങ്കൾക്ക് പ്രത്യേകമായി പരിശീലിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഇതൊരു സെൽഫ് ഡിസ്കവറിയും ഒരു സെൽഫ് റിക്കവറിയാണ്. അതായത് ഒരു സ്വയം ബോധ്യവും ഒരു സ്വയം നന്നാകലുമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതൊരു വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഇപ്പോൾ ICU കയറി കഴിഞ്ഞാൽ പലരും തമാശയ്ക്ക് പറയും ICU, ഞാൻ എന്നെ തന്നെ കാണുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ICUയിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥ നമ്മൾ നമ്മൾ ഇവിടെ കിടന്നപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ടു തുടങ്ങി, നമുക്ക് സാധ്യമാകുമെന്ന് ബോധ്യപ്പെട്ടു. അതിൻ്റെ തെളിവുകളാണ് ഇപ്പം നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഈ 18ാമത്തെ ദിവസം എനിക്ക് പറയാൻ സാധിക്കുക, നമ്മൾക്ക് ബോധ്യം വന്ന കാര്യങ്ങൾക്ക് തെളിവായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായും നമ്മള് യേശു ഉപവസിച്ചതായിട്ടറിയാം. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന പലരും ഉപവാസത്തെ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ ആ ഉപവാസത്തിന്റെ പൂർണ്ണമായ രൂപം പരിശീലിക്കാൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോ തന്നെ ഡോക്ടർ എനിക്കൊരു പുസ്തകം തന്നു ഉപവാസത്തെ കുറിച്ചുള്ള. അത് വായിച്ചപ്പോ തന്നെ അതില് കൂടുതൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടു. റിലീജിയസ് പ്രാക്ടീസിന്റെ ഇടയ്ക്കുള്ള ഉപവാസങ്ങളെക്കാൾ ഉപരി അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഹീലിംഗ് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു അവബോധം നമുക്ക് കിട്ടി. ഏത് രോഗത്തെയും ഉപവാസം വഴി നമുക്ക് തരണം ചെയ്യാമെന്നുള്ളൊരു ബോധ്യവും കൂടി നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ളതും റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ഒരു പുതിയ ബോധ്യവും കൂടെ നമുക്ക് കിട്ടി ഇവിടെ വന്നു. തീർച്ചയായിട്ടും ഫാദർ സിബി മാത്യു അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാണോ? നമ്മളെന്തെങ്കിലും തയ്യാറെടുപ്പോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ ഒന്നും നടത്തിയില്ലല്ലോ. ഇപ്പോ എന്തായാലും താങ്കൾക്കും ഈ സമൂഹത്തിനും ഇത്തരം അനുഭവങ്ങൾ കൂടുതൽ പഠനത്തിനും പരിശീലനങ്ങൾക്കും വിധേയമാക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഫാദർ സിബി മാത്യുവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമസ്കാരം.